അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ പോലെ പിന്നെ എന്തിനാണ് ഭീമ അതുപോലെ അദ്ദേഹത്തിന്റെ പൗത്രനായ അവരോടത്തുള്ള ചോദിക്കുന്നതിനാണ് നമുക്കിപ്പോ തർക്കം എന്ന് വെച്ചാൽ അള്ളാഹു അല്ലാവല്ല സൃഷ്ടികളും തമ്മിലുള്ള അതാണ് നമ്മുടെ വിഷയം. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എന്തിനാണ് ഈ തർക്കം? അള്ളാഹു സഹായിക്കുന്ന കാര്യത്തിൽ ലോകം മുസ്ലിങ്ങൾക്ക് ആർക്കും സംശയമില്ല, മുജാഹിദുകൾക്ക് സംശയമില്ല, സുന്നികൾക്ക് സംശയം. അള്ളാഹു മാത്രമേ സഹായിക്കുള്ളൂ. എങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ പോരെ, എന്തിനാണ് ഈ ഔലിയാക്കളോട് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരോട് സഹായം ചോദിക്കുന്നത്? മറ്റവരോട് സഹായം ചോദിക്കൽ ശിർക്കാണോ അല്ലയോ? മുജാഹിദ് ജമാഅത്ത് പോലത്തെ പ്രസ്ഥാനങ്ങൾ പറയുന്ന ശിർക്കാണെന്ന മാഹിയും വലിയുള്ളാനെയോ മുഹീദ്ദിനെയോ ഒരാൾ വിളിച്ചാൽ സഹായം ചോദിച്ചാൽ അവൻ കാഫിർ മുശ്രിക്കാണെന്നാണ് മുജാഹിദിന്റെ വാദം. അപ്പൊ അതിനൊക്കെ പോയി ഇപ്പൊ എവിടെ എത്തി? എന്തിനാണ് ചോദിക്കുന്നത്? അള്ളാഹുവിനോട് ചോദിച്ചാൽ പോരെ, മറ്റുള്ളവരോട് എന്തിനാണ് ചോദിക്കുന്നത് എന്ന ആ രണ്ടാമത്തെ ചോദ്യമാണ്. ഒന്ന് ശിർക്കാണോ ഇല്ലയോ? ശിർക്കല്ല എന്ന് സമ്മതിച്ചു, അൽഹംദുലില്ലാഹ്. ഇനിയിപ്പോ അള്ളാഹു അല്ലാത്തവരോട് എന്തിനാണ് ചോദിക്കുന്നത്? അതിന്റെ മറുപടി അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു ബില്ലദീന യുഖീമൂന സ്വലാത്ത. അള്ളാഹു നിങ്ങളെ സഹായിക്കും, റസൂലും സഹായിക്കും, ഈമാനിൽ പരിപൂർണതായ മുഅ്മിനീങ്ങളെ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഓർഡറാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ടാണ് കുഞ്ഞുകള് അള്ളാഹുവിന്റെ അയാക്കന്മാരോട് സഹായം ചോദിക്കുന്നത്. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലും സഹായം ചോദിക്കാൻ ഞാൻ വിഷയാവതരണത്തിൽ തന്നെ ഒരു ഹദീസ് പറഞ്ഞിരുന്നു. എന്ത്? നിങ്ങൾ വിജനമായ സ്ഥലത്ത് ചെന്നപ്പെട്ടാൽ അവിടെ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല എങ്കിൽ നിങ്ങൾ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അബ്ദാരികളാകുന്ന വലികളെ എന്നെ നിങ്ങൾ സഹായിക്കണേ, എന്നെ നിങ്ങൾ സഹായിക്കണേ എന്ന് വിളിക്കണമെന്ന് റസൂലുള്ളാഹിന്റെ നിർദ്ദേശമുണ്ട്. മാത്രമല്ല എങ്കിൽ പിന്നെ ഡോക്ടറെ ഒന്നും കാണാൻ പോകണ്ട. പിന്നെ അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ മാത്രമല്ലല്ലോ, ഇപ്പൊ ഡോക്ടർ തന്നെ രോഗം മാറ്റിയില്ല എന്ന സംശയത്തിലാണല്ലോ. ഞങ്ങൾക്കാണെങ്കിൽ ഔലിയാക്കന്മാർ സഹായിക്കുമെന്ന് യാതൊരു തർക്കമില്ല, ഉറപ്പാണ്. പക്ഷേ ഡോക്ടർ ചിലപ്പോൾ രോഗം മാറ്റിക്കൊടുക്കുന്നുണ്ട്, മാറ്റിക്കൊടുക്കാതെയും ഇരിക്കുന്നുണ്ടല്ലോ. ഡോക്ടർ ചികിത്സ കൊണ്ട് രോഗം മാറുന്നുണ്ട്, ഇല്ലാതിരിക്കുന്നുണ്ടല്ലോ. എങ്കിൽ പിന്നെ ഡോക്ടറെയും കാണാൻ പോകണ്ട. അള്ളാഹിനോട് അസുഖം വന്നാൽ അള്ളാഹിനോട് മാത്രം ചോദിച്ചു എന്ന് ആരും വിചാരിക്കുന്നില്ലല്ലോ. മുജാഹിദായാലും ജമാഅത്തായാലും സുന്നിയായാലും അങ്ങനെ ആരും വിചാരിക്കുന്നില്ല. മറിച്ച് ഡോക്ടർ അള്ളാഹുവിന്റെ ഒരു കാരണമാണ്. ഡോക്ടർ രോഗം മാറുവാനുള്ള ഒരു കാരണം. രോഗശമനം എന്ന പ്രവർത്തനം സൃഷ്ടിക്കുന്ന ആരാണ്? അള്ളാഹുവാണ്. ആ രോഗശമനം ഡോക്ടറാകുന്ന കാരണം മുഖേന ഇവിടെ നടപ്പിൽ വരുന്നു. മുഹീദ് ശൈഖ് അള്ളാഹു സഹായിക്കാനുള്ള ഒരു കാരണം മാത്രമാണ്. അള്ളാഹു സൃഷ്ടിക്കുന്ന സഹായം മുഹീദ് ശൈഖ് മുഖേന നമ്മളിലേക്ക് എത്തുന്നു. മുഹീദ് ഒരു കാരണം മാത്രമാണ്. ഈ വിശ്വാസമേ സുന്നികൾക്കുള്ളൂ. ഡോക്ടറെ പറ്റി നാം എന്താണോ വിശ്വസിക്കുന്നത്? ഒരു കാരണം, രോഗം മാറുവാനുള്ള ഒരു കാരണം. അതുപോലെയാണ് മുഹീദ് ശൈഖും റിഫായി ശൈഖും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും. അപ്പോൾ വാസ്തവത്തിൽ ചോദിക്കുന്നത് ആരോട് തന്നെ? അള്ളാഹുവിനോട് തന്നെ. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ള കൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ന്യായങ്ങളും ബുദ്ധിപരമായിട്ട് ചിന്തിക്കുമ്പോഴും എതിരല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ ചോദിച്ചതിന് സഖാക്കളും ഈ മുഖാമുഖം വീക്ഷിക്കുവാൻ വന്നിട്ടുണ്ട്. അവർ ഈ മുഖാമുഖത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ നിൽക്കുന്നത് ഞങ്ങൾ അറിയുന്നുമുണ്ട്. അതുകൊണ്ട് സൗഹാർദ്ദപരമായ മുഖാമുഖമാണ് ഞങ്ങളുടേതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾ ഈ മുഖാമുഖത്തിൽ ചോദ്യം ഉന്നയിക്കുവാൻ വരണമെന്ന് ഞങ്ങൾ വളരെ സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്. സുന്നികളെന്നോ മുജാഹിദുകളെന്നോ ജമാഅത്തെ ഇസ്ലാമിയെന്നോ വേർതിരിവില്ലാതെ ഈ മുഖാമുഖത്തിൽ ചോദ്യം ഉന്നയിക്കാമെന്ന് നാം ആദ്യമേ നയം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഈ മുഖാമുഖത്തിൽ മുജാഹിദുകൾ ഉള്ള സ്ഥിതിക്ക് സുന്നികൾ ആരും ഈ ചോദ്യം ചോദിക്കുവാൻ കടന്നു വരരുത് എന്ന് വളരെയധികം വിനയപുരസ്സരം അപേക്ഷിക്കുകയാണ്. ഈ പണ്ഡിതന്മാർ സഹായം ചോദിച്ചു എത്ര സഹായമാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഇപ്പൊ അവസാനമായിട്ട് ഉസ്താദ് പ്രസംഗിച്ച സമയത്ത് പലസ്തീനിലും ലബനാനിലെ ആൾക്കാർക്ക് വേണ്ടി അള്ളാഹുവിനോടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പുണ്ട് അള്ളാഹു മാത്രമേ കേൾക്കുകയുള്ളൂ, അള്ളാഹുവിന്റെ ആൾക്കാർ കേൾക്കുകയില്ല. അങ്ങനെ കേൾക്കാമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഔലിയാക്കൾ നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണമായിരുന്നു. ആൾക്കാരെ വീട്ടിലില്ല, പോട്ടെ അത് മാറ്റിയേക്കുക. മുജാഹിദ് പടത്തോനെ മാത്രം വിളിക്കുന്ന ആളുകളാണ്. ഇതെന്താ ഓർക്ക് ഉത്തരം കിട്ടാത്തത്? അല്ല ഹാമു പറയാം.
ഈ സുന്നികളെ കൊണ്ട് മുജാഹിദാകം വലഞ്ഞിരിക്കുകയുള്ളൂ. പടത്തോനെ ഈ സുന്നികളും നശിപ്പിക്കണമെന്ന് അള്ളാഹുനോട് പറഞ്ഞാൽ സംഗതി തീരൂലേ. പിന്നെ ജനനത്തിന്റെ ആവശ്യമില്ല, സംവാദത്തിന്റെ ആവശ്യമില്ല, വാദപ്രതിവാദത്തിന്റെ ആവശ്യമില്ല. വെറുതെ എന്തിനാ നേരം കളയണേ? അപ്പൊ അള്ളാഹു മുഹമ്മദ് ചെയ്തതൊക്കെ പണി മുജാഹിദിന് ഉത്തരം കൊടുക്കലല്ല, വേറെ പണിയാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അവസരം നേരത്തെ അങ്ങനെ ഉത്തരം കിട്ടുകയും ചെയ്യും, കുറയും ചെയ്യും. അത് കിട്ടേണ്ടവർക്ക് കിട്ടുന്നുണ്ട്, പോകേണ്ടവർക്ക് പോകുന്നുണ്ട്, പിടിക്കേണ്ടവർക്ക് പിടിക്കുന്നുണ്ട്. ഇത് നമ്മൾ അനുഭവിച്ചറിയാണ്. അതുകൊണ്ട് പ്രസക്തമായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കും. അത്തരം കാര്യങ്ങളിലൊന്നും അല്ലാതെ വിഷയത്തിന്റെ മർമ്മഭാഗങ്ങളിലേക്ക് അടക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്റെ പേര് മുഹമ്മദ് ഷഫീഖാണ്. സ്ത്രീകളെ പള്ളി പ്രവേശനമില്ല എന്ന് ഇവിടുത്തെ ഉസ്താദ് പ്രസ്താവിച്ചു. എന്നാൽ മക്ബറകളിലും ജാറങ്ങളിലുമെല്ലാം സ്ത്രീകളെ ആണ് കാണുന്നത്. ഇതിന് ഖുർആൻ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും മറുപടി തരാൻ പറ്റുമോ? സ്ത്രീകളെ ആണ് കാണുന്നത് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പുരുഷന്മാരില്ലാന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. നിങ്ങളെ സംസാരത്തിന്റെ ധ്വനി അങ്ങനെയാണ്. അത് ശരിയല്ല. വെറും സ്ത്രീകളാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. സ്ത്രീകൾ മാത്രം പോകുന്നു വരുന്നതാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഇതങ്ങനെയല്ല പ്രശ്നം. നമ്മുടെ പ്രശ്നം അതല്ല. അന്യപുരുഷന്മാരോട് കൂടെയുള്ള ജമാഅത്തുകളിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നത് പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. സ്ത്രീകൾ മാത്രം സംബന്ധിക്കുന്ന ഒരു മക്ബറ അല്ലെങ്കിൽ ഒരു സ്ഥലമാണെങ്കിൽ അത് കുറ്റപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ ചർച്ച അതല്ല. അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന ജമാഅത്തുകളിൽ സ്ത്രീകൾ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു പോകാൻ പാടില്ല. ഇതാണ് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ ചോദ്യം മക്ബറകളിൽ സ്ത്രീകൾ പോകുന്നു പാടുണ്ടോ എന്നാണ്. മഹാത്മാക്കളുടെ മക്ബറകൾ സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്ക് കൂടി സുന്നത്താണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി തന്റെ തഫ്സീർ മുഹ്താജിന്റെ 3-ാമത്തെ വാല്യത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് റംലി തന്റെ നിഹായത്തുൽ മുഹ്താജിന്റെ 2-ാമത്തെ വാല്യത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. പലരും ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സുന്നത്താണ്. പക്ഷെ സ്ത്രീകൾ പോകുമ്പോൾ അവർ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഹറാമായ ദൂരമുണ്ടാകാൻ പാടില്ല. അത് തെറ്റാകുന്നതാണ്. ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബറിന്റെ ഒക്കെ മഖ്ബറ അവരുടെ ഖബർ സിയാറത്ത് ചെയ്തിരുന്ന സംഭവം ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ ഭർത്താവായുള്ള റസൂലുള്ളാഹി തങ്ങൾ മറവ് ചെയ്യപ്പെട്ട സ്ഥലത്തേക്ക് പലപ്പോഴും ഞാൻ പ്രവേശിക്കാറുണ്ടായിരുന്നു. അതുപോലെ അതിനുശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയും അവിടെ തന്നെയാണ് മറവ് ചെയ്യപ്പെട്ടത്. അവിടെയും ഞാൻ പ്രവേശിക്കാറുണ്ടായിരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ മറവ് ചെയ്യപ്പെട്ടപ്പോൾ പിന്നീട് എനിക്ക് ഞാൻ സാധാരണ പോവാറുള്ളത് പോലെ പോവാറില്ല. കാരണം ഞാൻ വളരെ മറച്ചുകൊണ്ട്, വളരെ ശരീരം മുഴുവനും മറച്ചുകൊണ്ടാണ് ഞാൻ ആ മക്ബറയിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നത്. കാരണം ആദ്യം ഒക്കെ എന്റെ ഒന്ന് ഭർത്താവാണ്, ഒന്ന് റസൂലാണ്, ഒന്ന് എന്റെ പിതാവാണ്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു തികച്ചും അന്യ ഒരു വ്യക്തിത്വം, മഹാനാണ്, മഹാസഹാബി വര്യനാണ്. അതുകൊണ്ട് സഹാബികളിൽ മഹാനായ വ്യക്തിത്വമാണ്. അവർ കൂടി മറവ് ചെയ്യപ്പെട്ടപ്പോൾ അവരെ ഞാൻ സിയാറത്ത് ചെയ്യാൻ പോവാറുണ്ട്. പക്ഷെ ഞാൻ പൂർണ്ണമായി മറച്ചുകൊണ്ടാണ്. വഫാത്തായി അവരിൽ കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഞാൻ ലജ്ജിച്ചതിന് വേണ്ടി, ഹയാ ഉണ്ടായതിനു വേണ്ടി എന്ന് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്നെ ഇമാം മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം. മഹദി പറയുന്നു, കൈഫ അഖൂലു ഇദാ ദഖൽതുൽ മഖാബിറ, ഞാൻ മഖ്ബറയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ എന്താണ് ഞാൻ പറയേണ്ടത് എന്ന ഒരു ചർച്ച ആയിഷ റളിയല്ലാഹു അൻഹയിൽ ഉദ്ധരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അവരൊക്കെ മഖ്ബറയിൽ, മഹാന്മാരുടെ മഖ്ബറയിൽ പോകാറുണ്ടായിരുന്നു, ചെയ്യാറുണ്ടായിരുന്നു. അതിന് ശരീഅത്ത് ഇസ്ലാം അത് വിലക്കിയിട്ടില്ല. പക്ഷെ ഇസ്ലാമിക നിയമങ്ങൾ കർക്കശമായും കർശനമായും പാലിച്ചിരിക്കണം എന്നത് ഒരു വ്യവസ്ഥ തന്നെയാണ്.